Hello guys, welcome back to my channel. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലില്ല, നമ്മുടെ ഡൊമസ്റ്റിക്കിൽ ലോഞ്ചിലാട്ടോ. ഞങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് അടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് വരുമ്പോഴും എല്ലാവരും വിചാരിക്കും എന്താ ഡൊമസ്റ്റിക്കിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് മുംബൈ കണക്ഷൻ ഫ്ലൈറ്റാണ്, കൊച്ചി ടു മുംബൈ, മുംബൈ ടു ദോഹ. അപ്പോൾ ലോഞ്ച് കയറിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്, പഴയ പോലെ തന്നെയാണ്. കാരണം കുട്ടീനെ വെച്ചിട്ട് ഒന്നും നടക്കണില്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ബാക്കി ഫുൾ വീഡിയോ നമുക്ക് ദോഹത്തിനായിട്ടുള്ള വീഡിയോ കാണാം. ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ് ആകാശ് എയർ ആട്ടോ. പിന്നെ വീഡിയോ ആണ്. ഡൊമസ്റ്റിക് ചാർജ് എൻ്റെ ബാഗ് എത്രയില്ലെന്ന് അറിയോ? 15. ലോഞ്ചിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ വ്യൂ നോക്കിയാൽ ഇന്ത്യക്കാരുടെ ഫ്ലൈറ്റ് വന്നിരിക്കുന്നുണ്ട്. ഇതേ ഒരു ഫ്ലൈറ്റ് ലാൻഡായിട്ട് റണ്ണിങ്ങിലുണ്ട്. വിസ്താര വിസ്താരല്ല, സോറി, ഇന്ത്യക്ക് കേട്ടോ. കുട്ടിയാണെങ്കിൽ അവൾ ക്ഷീണിച്ചു കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ടൈമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഗൈസ്, അതും ആകാശ് എയർ. And I have the pleasure of taking your safety and comfort on today's flight. In addition to Indian English and Capco can also. അങ്ങനെ ഗായ്സ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പൊന്തുകയാണ്. പെണ്ണാകെ ടെററാവും കേട്ടോ. പുറത്തേക്ക് നോക്കാതെ പോണു, സീറ്റ് നമുക്ക് നോക്കിയിരിക്കുന്നു. മറ്റുള്ളവർ കഴിയുമ്പോൾ അതേമാതിരി കരയാൻ നിൽക്കരുത് കേട്ടോ. അവരവിടെ കരഞ്ഞോട്ടെ, കുറച്ച് മാനേഴ്സ് കാണിക്കുക.
അത് നോക്കാം അമ്മ കുട്ടി അത് നോക്കാം അത് കോപ്പാ ടേക്ക് ഓഫ് കഴിഞ്ഞു ഗൈസ്. പെണ്ണാകെ ടെററായി. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പോയി. इलेक्ट्रॉनिक उपकरण अब बंद कर लें और मोबाइल फोन्स को फ्लाइट मोड में ही रखिए। हम आशा करते हैं कि आपकी यात्रा सुखद रही हो। धन्यवाद। Ladies and gentlemen, in preparation ഞങ്ങളതിനെ മുംബൈ എയർപോർട്ടിലെത്തിയിട്ടോ. മുംബൈ എയർപോർട്ടിൽ നിന്ന് ഡൊമസ്റ്റിക്കാണിത്. ഡൊമസ്റ്റിക്കിൽ നിന്ന് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് അറിയാം. ഇൻ്റർനാഷണലിലേക്ക് മാറണം. അവിടെ പോയിക്കൊണ്ടിരിക്കുക. പെണ്ണ് കരഞ്ഞോണ്ട്. सर गेट नंबर 2 इंटरनेशनल जाने का। वो बस है। इंटरनेशनल फ्लाइट कयറാൻ പോകട്ടാ. ഇതാണ് മുംബൈ എയർപോർട്ട്.
അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ മുംബൈയിലെത്തി. മുംബൈയിൽ ഡൊമസ്റ്റിക്കിൽ നിന്ന് മാറി ടാക്സി എടുത്തിട്ട് ഇവിടെ വന്ന് ഇൻ്റർനാഷണൽ ഇരിക്കുക കേട്ടോ. അവിടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇമിഗ്രേഷനിലേക്ക് പോകാൻ പറ്റായിട്ട് ഇരിക്കുക. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു അരമണിക്കൂറിന് വെയിറ്റ് ചെയ്യണം, എന്നാലേ പിന്നെ ക്ലിയർ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം 6:20 ഫ്ലൈറ്റ്. ഇപ്പോൾ തന്നെ 4:35 5 മണിക്കാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എല്ലാവരും വന്നവരും പോരൊക്കെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഉള്ളിൽ പോകണം. ഇനി എന്തൊക്കെ പണിയുണ്ട്? ലോഞ്ചിൽ പോകണം, ഫുഡ് കഴിക്കണം, നോക്കാം. ചേട്ടാണിക്ക് പാവ നല്ല ഉറക്കത്തില്ല. മുംബൈയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നമ്മൾ ഫ്ലൈറ്റിൽ ഫുഡ് മേടിച്ചു കേട്ടോ. ഒരു ചിക്കൻ കറി റൈസ് മേടിച്ചു, പിന്നെ ഒരു ചിക്കൻ നൂഡിൽസും മേടിച്ചു. രണ്ടിനും കൂടി 600 രൂപ. അങ്ങനെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിൽ അവൾ ദോഹയിൽ ലാൻഡ് ആകുമ്പോൾ അവളെ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആക്കുന്നുണ്ട്. സ്റ്റാർട്ടാക്ക്, വണ്ടി സ്റ്റാർട്ടാക്ക്. ഫ്ലൈറ്റ് ഓടിക്കണേ, അവരെ ഫ്ലൈറ്റ് ഓടിക്കണേ. അൽഹംദുലില്ലാ, അങ്ങനെ എൻ്റെ ബേബി ഖത്തറിലെത്തി. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡായ സമയത്ത് അവിടെ നിന്ന് പേടിപ്പിച്ചു. നല്ല ക്രൗഡാട്ടോ. ട്രാൻസിറ്റിൽ കയറി പോകണം. അത് ഖത്തറിൽ വന്നിക്കാണേ. ഫ്ലൈറ്റിൽ നിന്ന് വെള്ളം അടിച്ചു ആർഡറിന്. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡായി, ലഗേജൊക്കെ കളക്ട് ചെയ്തു. കണ്ട ഒരിതും പറയണ്ട. ഇനി ജീവിതത്തിൽ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കില്ല. അമ്മാതിരി പടലൊക്കെ ഞങ്ങൾ പെട്ടത്. ഓരോരോ പ്രശ്നങ്ങളും ഓരോന്ന് മറന്നു വെച്ചിട്ടൊക്കെ. കാരണം ലഗേജ് ഒരുപാടുള്ളതല്ലേ. ഇനിയിപ്പോൾ ഇതാ പുറത്തിറങ്ങി നേരെ റൂം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ലെഫ്റ്റ് നോക്ക്.